ഞാൻ ഈ പ്രീ പ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി എൻ്റെ സ്വന്തം ബ്രൈഡിൻ്റെ സാരിയാണ് കേട്ടോ. കാട്ടാക്കട സ്വദേശിനിയായ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൈഡൽ വർക്ക് എന്ന് പറയുന്നത്. ഫുൾ ലുക്കാണ്. അപ്പോൾ 3 സാരിയാണ് ടോട്ടൽ ചേഞ്ചിങ് ഉള്ളത്. അതിലെ രാവിലത്തെ ആ ഫസ്റ്റ് സാരിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2 സാരീസ് ഉണ്ട്. അതിൽ സെക്കൻഡ് വൺ സെറ്റ് മുണ്ടാണ്. അത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡയറക്റ്റ് ഡ്രേപ്പ് ചെയ്ത് കൊടുക്കും. തേർഡ് വൺ സാരി ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് പുള്ളിക്കാരിയുടെ വുഡ് ബിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെളുപ്പിനെ ഹാങ്ങർ ഫോൾഡ് ചെയ്ത സാരിയും കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. കറക്റ്റ് 4 മണിക്ക് ഓഡിറ്റോറിയത്തിൽ ഞാനെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയും എത്തി. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ആ റൂമിൽ കയറിയപ്പോൾ എനിക്കൊരു ഫോൾട്ടായിട്ട് തോന്നിയ കാര്യം വളരെ ലൈറ്റ് കുറവായിരുന്നു. ഭയങ്കര മങ്ങിയ വെളിച്ചമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊന്നും സ്കിൻ ടോൺ ഒന്നും മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളായിരുന്നു ആദ്യം. ഞാൻ ആദ്യം ഹെയർ ഫുൾ ഡ്രൈ ചെയ്ത് അതിനുശേഷം ഫുൾ ഹെയർ നന്നായിട്ട് ക്രിമ്പ് ചെയ്തു. നന്നായിട്ട് ഹെയർ ഉണ്ടായിരുന്നു ആതിരയ്ക്ക്. അപ്പോൾ ആ ഹെയർ ക്രിമ്പ് ചെയ്തെടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു കേട്ടോ. അതിനുശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് അപ്പോഴും ഒരു ഡൗട്ടാണ്, കാരണം വെളിച്ചം വളരെ കുറവാണ്. മങ്ങിയ വെളിച്ചത്തിൽ എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു മിക്സിങ്ങും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ വളരെ ശ്രദ്ധിച്ച് ആ ഒരു വർക്ക് ചെയ്തു. ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ചേച്ചി എൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക് വളരെ ഫ്ലോപ്പായിരുന്നു. ആ പുള്ളിക്കാരി എന്നെ വേറെ ആളാക്കി വെച്ചു. ഭയങ്കര ബോറായിരുന്നു മേക്കപ്പ്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും വളരെ അതായത് സിമ്പിളായിട്ടുള്ള സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഒരു മേക്കപ്പാണ്, ഹെവി അല്ലെന്ന് ഫീൽ ചെയ്തതുകൊണ്ടാണ് ചേച്ചിയെ കോൺടാക്ട് ചെയ്തതെന്ന്. ഈ ഒരു മേക്ക് ഓവറിന് ആതിരയുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ നല്ല റിവ്യൂസ് ആണ് കേട്ടോ പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മേക്ക് ഓവർ കണ്ടിട്ട് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മേക്കപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ.